ഇന്ന് സെൻറ്റ് തോമസ് എന്ന് പറയുന്നത് അത്രമേലൊരു എന്താ പറയേണ്ട ഒരു സ്ട്രോങ് ബിലീഫാണ്. അതിനെ എതിർക്കുക എന്ന് പറയുന്നത് ആരും ഇഷ്ടപ്പെടുന്നില്ല. 6 സെൻറ്റ് തോമസസ് ഇൻ സൗത്ത് ഇന്ത്യ എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. എൻ്റെ കയ്യിൽ അതിൻ്റെ കോപ്പിയുണ്ട്. TK ജോസഫ് എന്നാണ് അത് എഴുതിയ ആളുടെ പേര്. അദ്ദേഹം ക്രിസ്ത്യാനിറ്റിയുടെ കാര്യത്തിൽ വളരെ ആവേശമായിട്ട് നിൽക്കുന്ന ആളായിരുന്നു. കേരള സൊസൈറ്റി പേപ്പേഴ്സ് എഴുതിയ ആളാണ്. പക്ഷേ ആ 6 സെൻറ്റ് തോമസസ് ഇൻ സൗത്ത് ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകം മുഴുവൻ കിട്ടാവുന്ന മുഴുവൻ വാങ്ങിച്ച് നശിപ്പിക്കുകയാണ് ചെയ്തത്. കാരണം ആ പുസ്തകത്തിനകത്ത് സെൻറ്റ് തോമസ് വന്നിട്ടില്ല എന്ന് പറഞ്ഞു. ഇത്രയേ ഉള്ളൂ തെറ്റ്. അദ്ദേഹം മറ്റ് പല കാര്യങ്ങളിലും ക്രിസ്ത്യാനിറ്റിയുടെ ചാമ്പ്യനാണ്. പക്ഷേ അത്രമേൽ ഇത് പറയുന്നത് ആർക്കും ഇഷ്ടമല്ല. അങ്ങനെ ആയിട്ടുണ്ട്. റീസെൻറ്റ് കേരള ഹിസ്റ്ററി അല്ല, കുറച്ചുകൂടെ പുറകിലേക്ക് പോയി കഴിഞ്ഞാൽ ക്രിസ്ത്യാനിറ്റി എങ്ങനെയാണ് കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്? 2-3 തിയറികൾ ഉള്ളതുകൊണ്ടാണ്. ക്രിസ്ത്യാനിറ്റി വാസ്തവത്തിൽ അവരുടെ ആ ഒരു ഫെയ്ത്തിൻ്റെ ഒരു വിജയം അതിനകത്ത് കാണാൻ പറ്റും. രണ്ടാമത്തെ കാര്യം, ഒരു ട്രേഡ് എങ്ങനെയാണ് പോളിറ്റിക്സിൽ ഉപയോഗിക്കേണ്ടതെന്ന് കേരളീയരെ പഠിപ്പിച്ചത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയാണ്. നേരത്തെ ബുദ്ധമതക്കാർ അല്ലെങ്കിൽ ജൈനമതക്കാർ ചെട്ടികൾ ശ്രേഷ്ഠികൾ ഉണ്ടായിരുന്നിരിക്കാം, പക്ഷെ നമുക്ക് അവരെപ്പറ്റി ഒന്നും അറിയില്ല. അപ്പോൾ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയാണ് ഒരു ട്രേഡിൽ കൂടി എങ്ങനെയാണ് പോളിറ്റിക്സിലേക്ക് ഇടപെടേണ്ടത്. അല്ല, എങ്ങനെയാണ് തുടങ്ങുന്നത്, എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യപ്പെടുന്നത്, എങ്ങനെയാണ് ഈ അതിനകത്ത് സെൻറ്റ് തോമസിൻ്റെ കഥയാണ് അവർ അഭിമാനത്തോടെ പറയുന്നത്. ഞാനിതിനകത്ത് കുറച്ച് വ്യത്യാസമായിട്ട് അവിടെയും എഴുതിയ ആളാണ്. സെൻറ്റ് തോമസ് ഒരു പോർച്ചുഗീസുകാരെ കൊണ്ടുവന്ന ഒരു മിത്താണ്. ഇവിടെ പല തോമസ്മാർ വന്നിട്ടുണ്ട്, അതിൽ പല വിശുദ്ധന്മാരുണ്ട്. ക്നായിത്തമ്മൻ വന്നു എന്നുള്ളത് തീർച്ചയാണ്. മറ്റേ സെൻറ്റ് തോമസ് വന്നു എന്നുള്ളതിന് തെളിവില്ല. ഞാനങ്ങനെ പറയുമ്പോൾ അത് എനിക്ക് വഴികാട്ടിയായിട്ടുള്ളത് TK ജോസഫാണ്. എന്തായാലും ക്രിസ്ത്യാനിറ്റി ഒരു 5-ാം നൂറ്റാണ്ട് മുതൽ വളരെ ശക്തമായിട്ട്, അല്ലെങ്കിലും ഇവിടുത്തെ ഒരു കേരള സൊസൈറ്റിയിൽ അവരുടെ സാന്നിധ്യമുണ്ട്. ചിലപ്പോൾ ഒരു 3rd സെഞ്ച്വറി തൊട്ടുണ്ടാവാം, അറിഞ്ഞുകൂടാ. ബ്രിട്ടീഷുകാർക്ക് മുമ്പ് പോർച്ചുഗീസുകാരാണ് അവരെ പേട്രണൈസ് ചെയ്തതും അവരെ ബാർഗെയിൻ ചെയ്യാനായിട്ടുള്ളൊരു അവർക്കൊരു സ്ട്രെങ്ത് കൊടുത്തതും പോർച്ചുഗീസുകാരാണ്. ഡച്ച് അതിൽ കാത്തലിക്സിനെയാണ് അവർ പ്രൊമോട്ട് ചെയ്തത്. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആവട്ടെ പ്രൊമോട്ട് ചെയ്തത് പ്രൊട്ടസ്റ്റൻസിനെയാണ്, പുത്തൻകൂറ് ഓർത്തഡോക്സ് ക്രിസ്ത്യൻസിനെയുമാണ്. ഈ പോർച്ചുഗീസുകാരുടെ ഭയങ്കര ക്രൂരമായ കഥകൾ കേൾക്കാറുണ്ട്, അവരുടെ ഫോഴ്സ്ഡ് കൺവേർഷൻസിനെ പറ്റിയിട്ട്. ക്രൂസിഫിക്സേഷൻ എന്ന് പറയുന്ന നിർബന്ധ മതപരിവർത്തനം എന്ന് പറയുന്നത് ഗോവയിലുണ്ടായിരുന്നു. ഈ ഇൻക്വിസിഷൻ കൊച്ചിയിൽ ഇൻക്വിസിഷന് ശ്രമിച്ചു, പക്ഷേ അത് നടന്നില്ല. അതുപോലെ വേറൊരു തിയറി പറയുന്നത്, അതായത് താഴ്ന്ന ജാതിക്കാര് അവര് റെസ്പെക്റ്റിന് വേണ്ടി, അതായത് വൈറ്റ് മെൻസ് റിലിജൻ ആണ് സിവിലൈസ്ഡ് റിലിജൻ ആയതുകൊണ്ട് അവർ വളരെ ശരിയാണ്, വളരെ ശരിയാണ്. നമ്മുടെ നാട്ടിൽ റോഡിൽ കൂടെ നടക്കാൻ വയ്യ, മാന്യമായിട്ട് വേഷം ധരിക്കാൻ സമ്മതിക്കുന്നില്ല, നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്നില്ല.